ഈ കുട്ടീനെ താഴേക്കിട്ടെന്ന് കുട്ടിയുടെ അമ്മ 7 മണിക്ക് കൊണ്ടുവന്ന് ഇവിടുന്ന് താഴേക്കിട്ടെന്ന് പോലീസിന് മൊഴി കൊടുത്തിട്ടുണ്ട്. ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പരിശോധന നടക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് നടക്കുന്നത്. ഈ രാത്രി പരിശോധന എത്രത്തോളം സാധ്യമാണ്? ഇപ്പോൾ വഞ്ചിയിൽ നാട്ടുകാരായ ആളുകളുടെ പരിശോധന നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഫയർഫോഴ്സുകാർ വന്നിട്ടുണ്ട്, സ്കൂബി ടീം വരും, ഉടനെ തന്നെ വരും. DYSP ഇവിടെ വന്നിട്ടുണ്ട്. അതിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ DYSP വിളിച്ച് മറ്റു തരത്തിലുള്ള പരിശോധനകൾക്ക് ആക്കം കൂട്ടുകയാണ്. എന്തായാലും കുട്ടീനെ ഇതിലിട്ടെന്നുള്ള ഒരു ധാരണയിലാണ് ഈ സ്ത്രീയുടെ മൊഴി. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധനയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കുട്ടിയുടെ അമ്മ ഇവിടെ വന്ന് കുട്ടിയെ എറിഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് പോയി ആ ഓട്ടോ ഡ്രൈവറുടെ മൊഴി അടക്കം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇത്തരത്തിൽ അമ്മ ചെയ്യാനുള്ള സാഹചര്യം? എന്തെങ്കിലും അത് കുട്ടി ഇപ്പോൾ ഇവിടെ പറഞ്ഞ്, ഇപ്പോൾ ഇവിടെ പോലീസ് ജീപ്പിൽ നിന്നുകൊണ്ട് കുട്ടി പറഞ്ഞത്, അമ്മ പറഞ്ഞത്, അതായത് ഭർത്താവ് ചോദിച്ചപ്പോൾ പറഞ്ഞത്, ഇത്ര ഇങ്ങനെ ആക്കിയില്ല, ഇനി എന്നെ കൊല്ലാൻ വേണ്ടി വന്നേക്കാണോ, പണ്ടേ തുടങ്ങി കുഴപ്പമുണ്ടാക്കാണല്ലോ എന്ന് ചോദിച്ചവർ പറഞ്ഞു. ആ സ്ത്രീ പറഞ്ഞത് ഞങ്ങൾ കേട്ടു അയാളോട്. കുടുംബ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ട്, തുടർച്ച നിർബന്ധമായിട്ടുണ്ട്. അതാണ് പ്രധാന കാരണം ആ കുട്ടിയെ അങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട്. അത് സാധാരണഗതിയിൽ അത്തരത്തിൽ ചെയ്യുകയാണെങ്കിൽ അമ്മയും മകളോട് ചെയ്യുന്ന ഇത് കുട്ടിയെ മാത്രം ഉപേക്ഷിച്ച് പോകുന്ന അത്തരം അത് മാനസിക പ്രശ്നം നേരത്തെ ഉണ്ടെന്നുള്ളത് ഭർത്താവിൻ്റെ ബന്ധുക്കൾ പറയുന്നുണ്ട്. അത് സംബന്ധിച്ച് എന്തെങ്കിലും? അതിനെപ്പറ്റി അങ്ങനെ സ്ഥിരീകരിച്ചിട്ട് പറയാൻ പറ്റില്ല. പ്രശ്നങ്ങളാണെന്ന് വീട്ടിൽ വന്നാൽ കുട്ടി പറയാറുണ്ട് പലപ്പോഴും. ഒരാഴ്ച ഇവിടെ ആയിരുന്നു താമസിച്ചിരുന്നത്. അതിന് ശേഷമാണ് ഇപ്പോൾ ഈ പ്രശ്നം ഉണ്ടായത്. അപ്പോൾ അവിടെ പ്രശ്നമുണ്ടെന്നുള്ളത് 100% ഉറപ്പാണ്. വീട്ടിൽ പരാതിയുണ്ട്, ഒരാഴ്ച ഇവിടെ വന്ന് താമസിച്ചതാണ്. അതൊക്കെ യാഥാർത്ഥ്യ കാര്യങ്ങളാണ്. ഇനി വിശദമായിട്ട് കൊച്ചിനോട് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ കൂടി കാര്യങ്ങൾ കിട്ടും. ഇപ്പോൾ പോലീസിൻ്റെ മുമ്പിൽ വെച്ച് ഞാൻ ചോദിച്ചു എന്താ കാര്യമെന്ന്. അപ്പോൾ പറഞ്ഞു, കുട്ടിനെ കൊണ്ട് ഇവിടെ ഇട്ടിട്ടുണ്ട്, എനിക്കവിടെ ജീവിക്കാൻ നിവൃത്തിയില്ലെന്നാണ് അവർ പറഞ്ഞ മൊഴി. അതാണ് ഞാൻ നേരിട്ട് ചോദിച്ചപ്പോൾ പറഞ്ഞത് അത് തന്നെയാണ്. ഇത് തന്നെയായാലും ആകെ ദുരൂഹമാണ് കാര്യങ്ങൾ. അപ്പോൾ പരിശോധിക്കേണ്ടതുണ്ട്. പോലീസ് നന്നായി അന്വേഷിക്കണം എന്താ ഇതിനൊക്കെ ഇടവന്ന കാര്യം എന്നുള്ളത്. പോലീസ് അന്വേഷിക്കണം. ഇവിടെ നല്ല ആഴമുള്ള പ്രദേശമാണോ ഈ ആഴമുള്ള പ്രദേശമാണ്. അത് ഈ മഴയൊക്കെ ഉള്ളപ്പോൾ നല്ല വെള്ളവും ഉള്ള ഒരു സാഹചര്യം തന്നെ. ഇപ്പം അങ്ങനെ വെള്ളം അതിൻ്റെ പേരിൽ വർദ്ധിച്ചിട്ടില്ല. പക്ഷേ ഇവിടെ ആഴമുള്ള പ്രദേശം, ഇപ്പോൾ ചില പ്രദേശങ്ങളിൽ കുഴിയും ചില പ്രദേശങ്ങളിൽ വലിയ താഴ്ചയില്ലാത്ത പുഴയാണിത്. ആശങ്കയും വിഷമവും ഒക്കെ നൽകുന്ന വാർത്തകൾ, വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതെ അതെ അതെ. കുട്ടിയെ ഇതിലിട്ടുണ്ടെങ്കിൽ എന്താണ് കുട്ടിയെ സ്ഥിതി എന്ന് പറയാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. എന്തു തന്നെ ആയാലും കുടുംബ പ്രശ്നങ്ങളുണ്ട് എന്ന തരത്തിൽ അമ്മയുടെ ഭാഗത്തു നിന്നും പോലീസിനോട് പറഞ്ഞു എന്നതാണ് ഇവിടെ നാട്ടുകാരെല്ലാം തന്നെ പറയുന്നത്. വന്ന് 7 മണിയോടുകൂടി പാലത്തിൽ നിന്നും താഴേക്കിട്ടു. നേരത്തെ ഒരാഴ്ച മുമ്പും കുട്ടിയുടെ അമ്മ ഇത്തരത്തിൽ വീട്ടിൽ വന്ന് കുടുംബ പ്രശ്നങ്ങൾ കാരണം നിന്നിരുന്നതായി ഇവർ പറയുന്നു. എന്തു തന്നെയായാലും ഇതിലെല്ലാം പോലീസ് അന്വേഷണം കൃത്യമായി നടത്തി വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതിനുള്ള ഒരു പരിശ്രമമാണ് നടക്കുന്നതെന്ന് തന്നെ നമുക്ക് അനുമാനിക്കാം. ഇപ്പോൾ നാട്ടുകാരുടെ നേതൃത്വത്തിൽ വഞ്ചിയിലും മറ്റും പരിശോധന നടത്തുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഫയർഫോഴ്സ് എത്തിയിട്ടുണ്ട്. സ്കൂബ ടീം അടക്കമുള്ളവർ വന്ന് ഇന്ന് രാത്രിയിൽ തന്നെ, മറ്റ് സാഹചര്യങ്ങളിലെ പ്രതിസന്ധികൾ ഉണ്ടെങ്കിൽ പോലും ഇന്ന് രാത്രിയിൽ തന്നെ തിരച്ചിൽ ആരംഭിക്കാനുള്ള ഒരു ശ്രമമാണ് നിലവിൽ നടക്കുന്നത്. ഇവിടെ വളരെ ആഴമുള്ള പ്രദേശം തന്നെയാണ്, കുഴികൾ പല ഭാഗത്തുമുണ്ട്. അപ്പോൾ അത് എല്ലാം കൊണ്ടും വലിയ അപകട സാധ്യതയാണ് ഉള്ളത് എന്നത് തന്നെയാണ് അനുമാനിക്കാൻ കഴിയുന്നത്. നമ്മൾ ആദ്യം കുട്ടിയെ എവിടെയെങ്കിലും കിട്ടും എന്ന വളരെ ശുഭപ്രതീക്ഷയോടുകൂടിയാണ് തിരച്ചിലും എല്ലാം മുന്നോട്ട് പോയതെങ്കിൽ ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ ആശങ്കപ്പെടുത്തുന്നതാണ്, വേദന തരുന്നതാണ്. എന്നാൽ പോലും അതിനൊക്കെ വിപരീതമായി കുട്ടിയുടെ അമ്മ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി കുട്ടിയെ എവിടെയെങ്കിലും കിട്ടും എന്ന ഒരു പ്രതീക്ഷ തന്നെ നമുക്ക് വെച്ച് പുലർത്താം. വളരെ ആശങ്കാപരമായാണ് ഇപ്പോൾ വിവരങ്ങൾ ലഭിക്കുന്നത്. ഈ പാലത്തിൽ നിന്നും വൈകിട്ട് 7 മണിയോടെ കുട്ടിയെ താഴേക്ക് എറിഞ്ഞു. അത് കുടുംബ പ്രശ്നങ്ങൾ കാരണമാണ് എന്നതാണ് നാട്ടുകാർ പറയുന്നത്. ഇത് കുട്ടിയുടെ അമ്മയുടെ നാടാണ്. അതിൽ തന്നെ കുട്ടിയുടെ അമ്മ പോലീസിൻ്റെ മുമ്പിൽ വെച്ച് തന്നെ പറയുന്നു, ഭർത്താവ് വന്ന് വിവരങ്ങൾ തിരക്കുമ്പോൾ പറയുന്നു, ഇനിയും എന്നെയും കൂടി കൊല്ലാനാണോ വന്നത്, എന്നെയും കൂടി ഇല്ലാതാക്കാനാണോ വന്നത് എന്ന തരത്തിലാണ് കുട്ടിയുടെ അമ്മ പ്രതികരിച്ചത് എന്നതാണ് പറയുന്നത്. എന്തു തന്നെ ആയാലും വളരെ പ്രതീക്ഷയോടെ നിന്നിരുന്ന ഒരു തിരച്ചിലും കാര്യങ്ങളും വളരെ ആശങ്കപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നു എന്നതാണ് നമുക്ക് ഇപ്പോൾ പങ്കുവെക്കാൻ കഴിയുന്നത്. ചേട്ടൻ ബന്ധുവാണോ? അല്ല, പഞ്ചായത്ത് പ്രസിഡന്റാണ്. പഞ്ചായത്ത് പ്രസിഡന്റ്. എന്താണ് ചേട്ടാ ഇത് സംബന്ധിച്ച് ഇതുവരെ കിട്ടിയെന്ന് പറഞ്ഞാൽ ഈ ഒരു 7 മണിയായപ്പോൾ കുട്ടീനെ കൊണ്ടുവരുന്നു. അവർ ഇട്ടിട്ട് പോയതിൻ്റെ CCTV ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ കിട്ടിയത്. പക്ഷേ അത് ഇട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് സത്യാവസ്ഥ അറിയില്ല. അപ്പോൾ ഇവിടെ ജനങ്ങളാണെങ്കിൽ ഇവിടെ ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട്, അത് ദുഃഖത്തിൽ തന്നെയാണ്. കാരണം ഒരു കുട്ടിയെ വെള്ളത്തിൽ ഇടുക എന്ന് പറഞ്ഞാൽ ഈ പോവുക എന്ന് പറയുന്നതൊക്കെ എന്താണ് ഈ കുട്ടിയെ വെള്ളത്തിലേക്ക് ഇടാനുള്ള സാഹചര്യം എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും കുടുംബ വിഷയമാണോ അതോ ഇനി വേറെ എന്തെങ്കിലും സാമ്പത്തികമാണോ എന്നൊന്നും അറിയില്ല. അത് പരിശോധിക്കേണ്ടി വരും.
ഇപ്പം നാട്ടുകാരൊക്കെ ഊർജിതമായി തന്നെ ഈ തെരച്ചിൽ പങ്കുചേരുന്നു. ഉണ്ട് 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 ഇപ്പോൾ പുഴയിലും നോക്കുന്നുണ്ട്. ഈ പുഴയിലെ ഒരു സാഹചര്യം എങ്ങനെ? ശക്തമായ ഒഴുക്കുള്ള പ്രദേശമാണോ, ആഴമുള്ള പ്രദേശമാണോ, എന്താ ഇവിടുത്തെ പുഴയുടെ ഒരു സാഹചര്യം? ഇവിടെ ഇപ്പോൾ ആഴമുള്ള സ്ഥലമാണ്, അടിയൊഴുക്കുള്ള സ്ഥലമാണ്. അപ്പോൾ അടിയൊഴുക്കുണ്ടെങ്കിൽ കുട്ടിയെ ഇവിടേക്ക് എറിഞ്ഞെങ്കിൽ കുട്ടി ഒഴുക്കിൽപ്പെട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യതയും കണക്കിലെടുക്കേണ്ടതുണ്ട്. അതിവിടെ ചെളി കൂടി സ്ഥലമാണ്. അപ്പോൾ ഇനി എങ്ങനെയാണെന്നുള്ളത് പരിശോധിക്കേണ്ടി വരും. കാരണം ഇട്ടുണ്ടെങ്കിൽ ചെളിയിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടോ എന്ന് കൂടി പരിശോധിക്കേണ്ടി വരും. അപ്പം മുങ്ങിത്തപ്പിയെങ്കിൽ മാത്രമേ കൃത്യമായ ഒരു തെരച്ചിൽ നടക്കുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. പറയാൻ പറ്റുള്ളൂ അത്രേ ഉള്ളൂ. എന്തു തന്നെയായാലും ഇപ്പോൾ നാട്ടുകാരുടെ നേതൃത്വത്തിൽ സ്വന്തമായി വഞ്ചിയുമായി തിരച്ചിലിനിറങ്ങിയിട്ടുണ്ട്. അതോടൊപ്പമാണ് ഫയർഫോഴ്സ് സംഘവും പോലീസും മറ്റുമെത്തി അവരുടെ സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള തിരച്ചിൽ നടത്തുന്നത്. അതിനൊപ്പം സ്കൂബ ടീമും എത്തും. ഇവിടെ അടിയിൽ ചെളിയുള്ള സ്ഥലമാണ് എന്നതാണ് പറയുന്നത്. കുട്ടി മുങ്ങിത്താണാൽ ആ ചെളിയിലേക്ക് കുട്ടി തറച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മുങ്ങിത്തപ്പൽ വേണ്ടി വരും എന്നതാണ് ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡൻ്റാണ് നമ്മളോട് സംസാരിച്ച് അദ്ദേഹം അടക്കം പറയുന്നത്. അടിയൊഴുക്കുമുള്ള പ്രദേശമാണ്, അപ്പം മുന്നോട്ട് ഒഴുകി പോകാനുള്ള സാധ്യതയുമുണ്ട്. ആ സാധ്യതകളെല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാവും ഇതിൻ്റെ തിരച്ചിൽ ഇനിയും വരുന്ന മണിക്കൂറുകളിൽ നടക്കുക എന്നതാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ദുർഗ.